ഉത്തര കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന അനുഷ്ഠാന കലയായി തെയ്യം ഇന്നും പ്രസക്തി നേടുകയാണ്. കോലത്തുനാട്ടു രാജാവാണ് തെയ്യങ്ങൾക്ക് രൂപം നൽകാൻ നിർദ്ദേശിച്ചതെന്നാണ് വിശ്വാസം. ഈ പ്രദേശത്ത് കെട്ടിയാടിക്കുന്ന തോട്ടിൻകര ഭഗവതി എന്നൊരു തെയ്യക്കോലമുണ്ട്. ഈ കോലത്തിൻ്റെ കഥയിൽ ജാതിയോ മതമോ അല്ല പ്രശ്നമാവുന്നത്, സ്ത്രീയും അവൾ നേടിയ വിദ്യയുമാണ്. തോട്ടിൻകര ഭഗവതി എന്ന തെയ്യത്തിൻ്റെ ഉത്ഭവകഥയും നടുക്കുന്നതാണ്. പാപ്പിനിശ്ശേരി പ്രദേശത്തെ ഒരു തറവാട്ടിൽ ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നത്രേ. ചെറുപ്പം തൊട്ടേ വിദ്യയാർജിക്കുന്നതിൽ സമർത്ഥയായിരുന്നു അവൾ. യൗവനം തികഞ്ഞതോടെ യുവതി വിവാഹിതയായി. ആദ്യ പ്രസവത്തിന് ഭർത്താവും ബന്ധുക്കളും ആറ്റുനോറ്റ് കാത്തിരുന്നു. പക്ഷേ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു പോകുകയായിരുന്നു. 10 പ്രസവിച്ചിട്ടും സന്താനം ബാക്കിയായില്ലത്രേ. തുടർച്ചയായി സന്താനനാശമുണ്ടായിട്ടും ആ സ്ത്രീ ദുഃഖിച്ച് വീടിനകത്ത് ഒതുങ്ങിയിരുന്നില്ല. പതിവ് പോലെ കുളിയും ജപവും പുസ്തകവായനയുമായി അവൾ കഴിഞ്ഞുകൂടി. ഒരു ദിവസം സ്ത്രീ പുരാണപാരായണം നടത്തിക്കൊണ്ടിരിക്കെ കോലത്തു രാജാവിൻ്റെ കാര്യസ്ഥൻ അതുവഴി വരാനിടയായി. വാർത്ത തമ്പുരാന്റെ മുന്നിലെത്തി. തമ്പുരാൻ സ്ത്രീയെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അത്രേ. മക്കളെല്ലാം മരണപ്പെട്ടതിൽ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരമ്മ പുസ്തകപാരായണം നടത്തി എന്നതാണ് കുറ്റം. പക്ഷേ സങ്കടം എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല, മറിച്ച് മനസ്സിലടക്കി വയ്ക്കാനുള്ളതാണെന്ന് ആ അമ്മ വിശ്വസിച്ചു. മക്കൾ മരിച്ചതിൽ അതിയായ സങ്കടമുണ്ടെന്ന് തെളിയിക്കാൻ ആ അമ്മയോട് തമ്പുരാൻ ആജ്ഞാപിച്ചു. ഒരു പെറ്റമ്മയുടെ മനസ്സിലെ സങ്കടം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് ഒരു പച്ചക്കലവും നെല്ലും കൊണ്ടുവരാൻ ആ അമ്മ തമ്പുരാനോട് അപേക്ഷിച്ചു. തമ്പുരാൻ കൽപ്പിച്ചു. പച്ചക്കലവും നെല്ലും മുന്നിലെത്തി. അവൾ നെല്ലിട്ട പച്ചക്കലം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ചു നിന്നു. അടുത്ത ക്ഷണത്തിൽ കലത്തിനുള്ളിൽ നിന്ന് നെല്ല് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമുയർന്നു. പച്ചക്കലത്തിലെ നെല്ലെല്ലാം മലരുകളാവുകയായിരുന്നു. തമ്പുരാനും കാര്യസ്ഥനും ഞെട്ടലോടെയാണ് ഇത് കണ്ടുനിന്നത്. അവൾ തിരികെ പോകാൻ ഒരുങ്ങിയെങ്കിലും രാജാവ് വിട്ടില്ല. ഇത്ര കഠിനചിത്തയായ സ്ത്രീ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് ആപത്താണ് എന്ന് പറഞ്ഞ് നെല്ല് മലരാക്കാൻ ഉപയോഗിച്ച ചട്ടിയിൽ ഉമിയും കമ്പും കൂട്ടിയിട്ട് തീ കത്തിച്ചു. എന്നിട്ട് ആ ചട്ടി സ്ത്രീയുടെ തലയിൽ എടുത്തുവെച്ചു. തുടർന്ന് അത് തലയിൽ പിടിച്ചു നിർത്താൻ ആജ്ഞാപിച്ചു. രാജകൊട്ടാരത്തിൽ നിന്നും നിലവിളിച്ചു കൊണ്ടോടിയ സ്ത്രീ വളപട്ടണം പുഴ കടന്ന് പാപ്പിനിശ്ശേരിയിലെ കാക്കത്തോട് എന്ന സ്ഥലത്തെത്തിയെന്നാണ് ഐതിഹ്യം. കാക്കത്തോട്ടിലിറങ്ങി അവൾ തീയണച്ചു അത്രേ. ഇതിനകം അവൾ വിവസ്ത്രയായി തീർന്നിരുന്നു. തോട്ടിൻകരയ്ക്കരികെ കാണപ്പെട്ട വെളിച്ചം ലക്ഷ്യമാക്കി ആ സ്ത്രീ നടന്നു. അത് ഒരു തറവാടായിരുന്നു. അവിടുത്തെ തറവാട്ടമ്മ ഈ സ്ത്രീയെ സ്വീകരിച്ച് അവൾക്ക് ധരിക്കാൻ വസ്ത്രവും കുടിക്കാൻ ജലവും കൊടുത്തു. വസ്ത്രം ധരിച്ച് വെള്ളം കുടിച്ചതോടെ ആ സ്ത്രീ തറവാട്ടു വരാന്തയിൽ മരിച്ചു വീഴുകയായിരുന്നു. ആരാണ് എന്താണ് എന്നറിയാത്ത സ്ത്രീയുടെ മൃതദേഹം പൊതുയിടത്ത് ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആ തറവാട്ടിൽ ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്രേ. ഒപ്പം തന്നെ രാജകൊട്ടാരത്തിൽ ദുർലക്ഷണങ്ങളും. രാജാവ് പ്രശ്നചിന്ത നടത്തി പരിഹാരം കണ്ടെത്തിയെന്നാണ് വിശ്വാസം. തോട്ടിൽ നിന്ന് ശമനം വരുത്തി രക്ഷ നേടാൻ ശ്രമിച്ച സ്ത്രീയെ തോട്ടിൻകര ഭഗവതി എന്ന പേരിൽ തെയ്യം കെട്ടി ആരാധിച്ചു തുടങ്ങിയെന്നാണ് വിശ്വാസം.